ഹായ് സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്തെന്ന് വെച്ചാൽ നമ്മളെ മങ്കുഴിയെ പറ്റിയാണ്. പൈക്കുറ്റിയിൽ ഒരു മങ്കുഴി ഉണ്ടായിരുന്നു. പൈക്കുറ്റിന് ഇപ്പുറത്തേക്ക് വന്നിട്ട് ഒരു പാത്തുവയൊക്കെ ശുദ്ധജല തടാകമായിരുന്നു. അതിപ്പോൾ നശിച്ചുകൊണ്ടിരിക്കുക. ഇനി ഓർമ്മകളായി തീരാൻ പോകുന്ന ഈ മങ്കുഴിയെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ചർച്ച ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അതിലെ ഒരു ശുദ്ധജല തടാകമായിരുന്നു. അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പാസങ്ങൾ നല്ലൊരു ഇപ്പോൾ ആ മങ്കുഴിയുടെ അവസ്ഥ ഇതാണ്. ഇനിയിപ്പോൾ അത് ഓർമ്മകളായി തീരാൻ പോകാം. അതിനെ കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, എല്ലാം ഫോളോ ചെയ്യുക. ഇതാണ് മങ്കുഴിയിലേക്കുള്ള പാത്വേ. ഇപ്പോൾ പുതുതായി നിർമ്മിച്ച പാത്വേ. ഇത് മങ്കുഴീൻ്റെ നടുകൂടെ ഇവിടെ ആയിരുന്നു കുളിക്കലും തിരുമ്മലൊക്കെ. ഇവിടെ കാട് പിടിച്ചിരുന്ന ഈ ഇതാണ് മങ്കുഴി ഫുള്ള് കാട് പിടിച്ച് ആ വെള്ളം കാണിച്ചില്ല. വെള്ളം എന്ന് പറഞ്ഞാൽ എന്താ ഈ കുളത്തിലെ വെള്ളം കിടക്കും കറുത്ത് കരുവാളിച്ചിട്ട്. ഇന്ന് എങ്ങനെ കുളിക്കും? ഇതാ ഈ കാണുന്നതൊക്കെ ഫുള്ളായിട്ട് മങ്കുഴിയാണ്. ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് ആ കമ്പനി വന്നതിന് ശേഷം ആണ് സംഭവിച്ചത്. കാരണം എല്ലാവരും അങ്ങനെയാണ് സ്വാഭാവികമായിട്ടും. കാരണം വെള്ളം അവിടെ ഇവിടേക്ക് ഒഴുകാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു. അവിടെ കമ്പനികളില്ല. ആ കമ്പനീൻ്റെ അപ്പുറത്തെ ഒരു കുളമുണ്ട്. ഇവിടെ ഫുള്ള് മുൻകൂടി തന്നെ ഒരു നല്ലൊരു ഇതായിരുന്നു. അത് കല്ലുകളായിരുന്നു. ചെറുപ്പക്കാലത്ത് കല്ലുകളായിരുന്നു ഇവിടെയൊക്കെ. കല്ലുകൾ വരമ്പിട്ടായിരുന്നു കല്ലിനെ കൊണ്ട്. എനിക്ക് പേടിയായിരുന്നു ഇങ്ങോട്ട് വരാനൊക്കെ. ഇതുകൂടെ ആയിരുന്നു ഫസ്റ്റ് പാത്വേ. അതിപ്പോൾ ഇങ്ങനെ ആക്കി. ഇതാണ് ഫസ്റ്റ് പാത്വേ. ഇതുകൂടാണ് അങ്ങോട്ട് പക്ഷേ അപ്പുറത്തെ മങ്കുഴിയിലേക്ക്. അപ്പുറത്തെ ഒരു മങ്കുഴിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. ഈ മങ്കുഴിയിൽ അറുത്ത് കിടക്കുന്ന വെള്ളം എന്നാൽ ഇറങ്ങാനാതൊക്കെ വീണ് പോയി ചത്തു എന്നുള്ള കൂട്ടാക്കണം. കറുത്ത വെള്ളം ഇതൊക്കെ കറക്ക് പിടിച്ച് ഇത് കാലക്രമേണ ഓർമ്മകളായി തീരാൻ പോകണം മങ്കുഴികളാണ്. ഇതിപ്പോൾ അത് ഏകദേശം ഓർമ്മകളായി. അത് ഓർമ്മയായി പേനത്തും അവിടെ കണക്കാണ്. അവിടുന്ന് ആ കമ്പനീൻ്റെ അവിടുന്ന് ഒരു മഞ്ഞ കളറുള്ള ഒരു കുറിപ്പ് വേണം. അവിടുന്ന് ഇങ്ങോട്ട് പാത്വേ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ കയ്യേറി വീടുകളായി ഒക്കെ. അതങ്ങനെയാണ് ഓർമ്മകളായി തീരാൻ പോവുക.